മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട സ്വർണ്ണ നിയമത്തിലൂടെ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുമ്പോഴും ഇന്നത്തെ ലോകം മറ്റുള്ളവരിൽ നിന്ന് എനിക്കെന്ത് സ്വീകരിക്കാൻ കഴിയും, എനിക്കെന്ത് സ്വന്തമാക്കാൻ കഴിയും എന്ന് വെമ്പൽ കൊള്ളുകയാണ്. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു ഗനേസറത്തിലെ തീരത്ത് എത്തിച്ചേരുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും രോഗശാന്തി നേടുവാനുമായി തിങ്ങിക്കൂടുകയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം എല്ലാ അത്ഭുതങ്ങളുടെയും രോഗശാന്തിയുടെയും അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കുവാൻ മറന്നുപോകുന്ന ജനത ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന അനുഗ്രഹ വചസ്സുകൾ ശ്രവിക്കുവാനും അവ അനുസരിച്ച് ജീവിക്കുവാനും കൂട്ടാക്കുന്നില്ല. അവർക്ക് വേണ്ടത് ക്രിസ്തുവിൽ നിന്നും അനുഗ്രഹങ്ങളും രോഗശാന്തിയും മാത്രം. എങ്ങനെയെങ്കിലും ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും സ്പർശിച്ചുകൊണ്ട് അത് സ്വന്തമാക്കുവാൻ ജനങ്ങൾ തിങ്ങിക്കൂടുകയാണ്. ചില സ്വാർത്ഥരായ മനുഷ്യർ എല്ലാ മേഖലയിൽ നിന്നും തങ്ങൾക്ക് ആവശ്യമുള്ളവ മാത്രം ഊറ്റിയെടുക്കുന്നു. നമ്മുടെ വീടുകൾ, ഭവനങ്ങൾ അന്തിയുറങ്ങേണ്ട, അന്നം ഭക്ഷിക്കേണ്ട സ്ഥലമായി മാത്രം ചില മനുഷ്യർ ചുരുക്കിക്കളയുന്നു. ഭവനം സ്നേഹം പങ്കുവെക്കേണ്ട സ്ഥലമാണ്. പരസ്പരം ക്ഷമിക്കുവാനും തിരുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കുവാനുമുള്ള സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവ പ്രാവർത്തികമാക്കുവാൻ ഈ മനുഷ്യർ തയ്യാറാകുന്നില്ല. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുമ്പോഴും സ്വാർത്ഥതയിൽ ആഴ്ന്നുപോയ മനുഷ്യർ സ്വന്തം സ്നേഹിതരെ പോലും തങ്ങളുടെ കാര്യപ്രാപ്തിക്കായി ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കും എന്ന് ക്രിസ്തു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ദേവാലയം പ്രാർത്ഥനാ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും വളരുവാൻ നമ്മെ സഹായിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ ആലയമാണെന്ന തിരിച്ചറിവുണ്ടായിട്ടും ദൈവത്തെ മറന്നുകൊണ്ട് കടമ നിർവഹണത്തിനായി കൂദാശകൾ സ്വീകരിക്കുവാൻ മാത്രം ദേവാലയത്തെ പ്രയോജനപ്പെടുത്തുന്ന, ദേവാലയത്തിൻ്റെ പവിത്രതയും വിശുദ്ധിയുമെല്ലാം നഷ്ടപ്പെടുത്തുന്ന ചില മനുഷ്യരുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളും ക്രിസ്തുവിൻ്റെ സഹോദരരും പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലങ്ങളുമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതും ജീവിക്കേണ്ടതും എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിട്ടും ആവശ്യ സമയത്ത് അനുഗ്രഹങ്ങൾ നൽകേണ്ട ഒരു യന്ത്രമാണ് ദൈവം എന്ന അഖില ലോക പാലകനായ ദൈവത്തെ പോലും നാം പരിമിതപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്താറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്വീകരിക്കുന്നതെല്ലാം എൻ്റെ അവകാശമാണ് എന്ന് നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി നാം ജീവിക്കുമ്പോൾ ക്രിസ്തു നന്മ ചെയ്ത് കടന്നുപോയതുപോലെ ഈ ഭൂമിയിൽ നന്മകൾ ചെയ്ത് നാം ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ദാനമായി നൽകുന്നവയാണ് അനുഗ്രഹങ്ങൾ എന്ന് തിരിച്ചറിയുവാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി കൊടുക്കുവിൻ എന്ന് ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാർത്ഥതയാണ് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞ് ദൈവത്തിന് വേണ്ടിയും സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ജീവിതം ബലിയായി സമർപ്പിക്കുവാനുള്ള കൃപയ്ക്കായി നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി ഈ നല്ല ദിനത്തിൽ നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.